ഓക്കെ ഓക്കെ അപ്പോൾ മാജിക് മോർണിംഗ് ടു ഓൾ. അപ്പോൾ ഇന്ന് വെനസ്ഡേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എടുക്കുന്നത് ക്ലാരിറ്റി മെൻറ്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടുള്ള നമ്മുടെ സേഫ് സാറാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന സെഷനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Thank you. Magic morning all. Hello. Magic morning, sir. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരാളുടെ വീഡിയോ ആണല്ലോ, ഞാൻ വീഡിയോ ഓൺ ആക്കാൻ. ഞാൻ വീഡിയോ ഓൺ ആക്കാനുണ്ടോ? നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചലഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ചലഞ്ചസിൽ പല ആളുകൾ എത്ര പേരുണ്ട് ഇതിൽ ചലഞ്ചസിൽ പങ്കെടുക്കുന്ന ആളുകൾ? ചലഞ്ചസിൽ പങ്കെടുക്കുന്ന ആളുകളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത്. ഈ മാജിക് ഇപ്പം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ചാലഞ്ചസിൽ പങ്കെടുക്കുന്ന ആളുകൾ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത്. ഫെബിൻ, പ്രീത, പിന്നെ ബീന, സുനിൽ, ഷീജ മാം, ദിവ്യ, ദിനോജ്, മണിസാറ്, വിൻസെന്റ് സൂസ, പ്രസാദ് സാർ, നൗഫൽ മുക്കം, ഷിയ മോഹൻ, ദെൻ ഷൈനി മാം. വേറെ വേറെ ഞാനൊരാഴ്ച ലീവായിരുന്നു സർ. ലീവായി ഒരാഴ്ച ഒരു വിയറ്റ്നാം ടൂർ കഴിഞ്ഞ് ഇപ്പൊ അങ്കമാലി സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുക. കൊച്ചി എയർപോർട്ടിൽ നിന്ന് നാട്ടിലെത്തണം. വ്യത്യാസം ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഓക്കെ, ബാക്കിയുള്ള ആളുകള് എന്തുകൊണ്ടാണ് ഈ ചാലഞ്ചിൽ പങ്കെടുക്കാത്തത്? ഓക്കെ, നമുക്കിന്ന് സംസാരിക്കാനുള്ള വിഷയം, ഓക്കെ, നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനൊക്കെ സംബന്ധിച്ചാണ്. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എന്താണ്? നമ്മളൊക്കെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുന്നത് ട്രാൻസ്ഫോം ആവണം അല്ലെ. ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ പോരാ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട്. എത്ര പേർക്കുണ്ട് ഇപ്പൊ ജീവിക്കുന്ന ജീവിതത്തിനും കൂടെ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് വേണം, കുറച്ചും കൂടെ ബെറ്റർ ആവണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫിനാൻഷ്യൽ ഗെയിൻ വേണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ റിലേഷൻഷിപ്പിൽ ഗെയിൻ വേണം, ഒരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. രഞ്ജിത് സാറുണ്ട്, വേറെ മണി സാറുണ്ട്, കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഇപ്പം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നും അതിനും വേണ്ടിയിട്ട് എന്താണ് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറുള്ളത്? നിങ്ങൾക്ക് ഇപ്പോഴുള്ള ലൈഫിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്നും എന്ത് കാര്യങ്ങളാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറുള്ളത് എന്നാണ്.
ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പൊ രാവിലെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിന്, അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടുന്നതിന് നിങ്ങളിപ്പോ എന്താണ് സാക്രിഫൈസ് ചെയ്യുന്നത്? എന്താ സാക്രിഫൈസ് ചെയ്യുന്നത്? മെഡിറ്റേഷൻ കിട്ടുന്നതിനും ഈ ഒരു ക്ലാസ് കിട്ടുന്നതിനും വേണ്ടി നിങ്ങൾ എന്താ സാക്രിഫൈസ് ചെയ്യുന്നത്? അല്ലെ? നിങ്ങൾ ഉറക്കം സാക്രിഫൈസ് ചെയ്തു അല്ലെ? നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഉറക്കോ അല്ലെങ്കിൽ നിങ്ങൾ ടൈമോ സാക്രിഫൈസ് ചെയ്തിട്ട് ജിമ്മിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഹെൽത്ത് ചെയ്യുന്നത് ഫിറ്റ് ആവുന്നത്. ഒരു ചെറിയൊരു കാര്യം പറയാം. എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തിരിക്കേണ്ട എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ തന്നെ, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത് ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടത്തോടെ കൂടെ ചെയ്യുമ്പോഴാണ് ഒരാളുടെ ലൈഫ് ചേഞ്ച് ആവാൻ ഞാൻ പറയാറുണ്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്ന സമയത്താണ് ലൈഫ് ചേഞ്ച് ആവുക. ഈ ക്വാർട്ടറോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം? വൈ എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, യോജിക്കാത്ത ആളുകൾക്ക് നോ എന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും? ചേഞ്ച് ആവും. എന്താ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്? ആർക്കും പറയാം. ആരാണ്? ഷമീർ ആരാണ്? എന്താ ഷമീറ മനസ്സിലായത്? എന്താണ് മനസ്സിലായത്? ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടെ ചെയ്യുമ്പോൾ ലൈഫിൽ എന്ത് ചെയ്യും? മാറ്റങ്ങൾ ഉണ്ടാവും. എന്താണ് അതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്? ആരുമില്ലേ? ഷമീറ മാം? ഷിനിയാണോ? ഇല്ല, ഷമീറ എന്ന് പറഞ്ഞ ആൾ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നാ ഷീന പറഞ്ഞോളൂ, എന്താണ് ഷീനക്ക് മനസ്സിലായിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് ഉറക്കം ഇഷ്ടമാണെങ്കിൽ ഉറക്കം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ് ആവാം. വെരി ഗുഡ്. വേറെ ആർക്കും പറയാം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടത്തോടെ കൂടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും. കംഫർട്ട് സോൺ ക്രോസ് ചെയ്യണം. സോറി, സർ കേട്ടില്ല. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരുന്നു. കംഫർട്ട് സോണിൽ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, വേറെ എക്സസൈസ് അല്ലെ? നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവും അല്ലേ? ഒരു കാര്യം ആലോചിച്ച് നോക്കാം. ഇപ്പൊ നമുക്ക് മെസ്സി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എക്സാമ്പിൾ എടുക്കുക. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എക്സാമ്പിൾ എടുക്കും. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഏജിലും വളരെ എങ്ങനെ എനർജറ്റിക് ആയിട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യവും ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അയാൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും അല്ലേ? ഇപ്പൊ മെസ്സി എന്ന് പറഞ്ഞ വ്യക്തിനെ എടുക്കുകയാണെങ്കിൽ മെസ്സിക്ക് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനു വേണ്ടിയിട്ട് അയാൾ ഒരുപാട് ഇഷ്ടങ്ങളെ അദ്ദേഹം ത്യജിക്കുന്നുണ്ടാവും. ഈ അടുത്തിടെ അനിൽ ബാലചന്ദ്രൻ സാറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ, നിങ്ങൾ എത്ര പേര് കാണുന്നുണ്ടറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയാണ്, പൃഥ്വിരാജ് ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? എമ്പുരാന്റെ സൈറ്റിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എമ്പുരാന്റെ സൈറ്റിലേക്ക് പോയി. ആ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ പോകുന്ന സമയത്ത് സുപ്രിയക്കിന്റെ ബർത്ത്ഡേ ആണ്, സുപ്രിയന്റെ കൂടെ ലുലൂർ ഷോപ്പിങ്ങിന് പോകണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് ഇന്റഗ്രിറ്റി, ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പോകാന്ന് പറയും. ഓക്കെ, നമ്മളുടെ സ്വപ്നങ്ങളിലേക്ക്, നമ്മുടെ ഗോളുകളിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇപ്പൊ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്നും എന്ത് ഡിഫറൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ജീവിക്കുന്ന അതേ ജീവിതം നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുകയും റിസൾട്ട് മാത്രം വേറെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, എബ്രഹാം ലിങ്കൺ വളരെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരേ കാര്യം ഒരേപോലെ ചെയ്യുകയും വ്യത്യസ്ത റിസൾട്ടുകൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ വിഡ്ഢികളാണ്. ഞാൻ ഈ കൺസൾട്ടിങ് കൊടുക്കാറ് പല സ്ഥാപനങ്ങളും ചെല്ലും. ഓക്കെ, ഓരോ സ്ഥാപനങ്ങൾ ചെല്ലുന്നതിന് മുമ്പും ഞാനൊരു കൺസൾട്ടിങ് എടുക്കണോ വേണ്ടോ തീരുമാനിക്കാനും വേണ്ടിയിട്ട് അവരോടൊരു മീറ്റിംഗ് ഇരിക്കാറുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ
ഞാൻ അവർ തമ്മിൽ മീറ്റിംഗ് ഇരിക്കും. എന്നിട്ട് എനിക്കത് ഞാൻ പോകുന്ന കമ്പനിയിൽ എനിക്കത് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഷുവറുള്ള കമ്പനിയിലേക്കാണ് ഞാൻ അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഇന്നലെ ഇപ്പോൾ ഒരാളായിട്ടിരുന്നു. അപ്പൊ ഒരാളായിട്ടിരുന്ന സമയത്ത് അയാള് കിങ്സ് ക്ലബിലെ മെമ്പറാണ്. കിങ്സ് ക്ലബിലല്ല, അനിബാൽ ചന്ദ്രൻ സാറുടെ ഇതിലുണ്ട്, അതേപോലെ PPJ സാറുണ്ട്. അപ്പൊ ഞാൻ മുജീബ് ഖാൻ അറിയാം, മുജീബ് ഖാനൊക്കെ അറിയാം. ഓക്കെ, ഇവരുടെ എല്ലാ ആളുകളോടും സംസാരിക്കുമ്പോൾ, പല ഓണ്ടർപ്രണേഴ്സിനോടും പല ആളുകളും സംസാരിക്കുമ്പോൾ നമുക്ക് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെയും സക്സസ്ഫുൾ അല്ലാത്ത ഭയങ്കര സ്ട്രഗ്ലിങ്ങിന് പോകുന്ന ബിസിനസ്സുകാരൊക്കെ കാണാൻ പറ്റും. ഇവരെയൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ, കുറെ ആളുകളോട് എനിക്ക് ഈ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ കേൾക്കാൻ ശ്രമിക്കും. എസ്പെഷ്യലി ഓണ്ടർപ്രണേഴ്സുമായിട്ട് പ്രായമുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അവരായിട്ട് വളരെ കേൾക്കാൻ നിൽക്കും. കാരണം അവരൊക്കെ ലൈഫിൽ നമ്മളെക്കാട്ട് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാൻ പറ്റുന്നത്? ഓക്കെ, എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അവരോട് ചോദിക്കും. ഇപ്പൊ എന്തൊരാളെ സംസാരിക്കുമ്പോൾ എനിക്കറിയാത്തൊരു കാര്യം, സാർ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നില്ല. ഈ അറിയാത്ത കാര്യമാണ് ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ത്യജിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഒരുപാട് ഇഷ്ടങ്ങൾ അവർ ത്യജിക്കുന്നുണ്ട്. നമ്മളും അവരെ കമ്പയർ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡൽ ആയിട്ട് കാണുന്ന ആളുകളുടെ ഒരു പാർട്ടിനെ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അവിടെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്, ഒരു ഹിഡൻ പാർട്ടുണ്ട്. ആ ഹിഡൻ പാർട്ടിനെ പഠിക്കുന്നില്ല. ഈവൻ നിങ്ങളുടെ നാട്ടിൽ സക്സസ് ആയിട്ടുള്ള ആളെ പോലും നിങ്ങൾ അയാളുടെ സക്സസിന്റെ ഒരു ഫേസിനെ നിങ്ങൾ കണ്ട് അയാളെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ അയാൾ ആ സക്സസിലേക്ക് എത്താനുള്ള ഒരു റൂട്ട് ഉണ്ടാവും. ആ റൂട്ട് എന്താണ് അയാൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊരു മനുഷ്യനെ പഠിച്ചു വെക്കുക. ഓക്കെ, നമ്മളിൽ തന്നെ ഒരുപാട് ആളുകൾക്ക്, ഹൗ മെനി ഓഫ് യു ഹാവ് ഹാഡ് എ ബ്രില്യന്റ് ഐഡിയാസ് ബട്ട് നെവർ ആക്ടഡ് ഓഫ് ദം. നിങ്ങൾക്ക് ഒരുപാട് ആളുകളുടെ കയ്യിൽ തന്നെ കുറെ ഐഡിയകൾ ഉണ്ടാവും, ഒരുപാട് ഐഡിയകൾ ഉണ്ടാവും. നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചു നോക്കിയേ, ഓക്കെ എനിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങണം, ചുമ്മാ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഇഷ്ടം പോലെ വരും. ചുമ്മാ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു നോക്കി, അതിന് സൊല്യൂഷൻസ് എന്ത് ചെയ്യും? ആയിരക്കണക്കിന് സൊല്യൂഷൻസ് വരും. പക്ഷെ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ആക്ഷൻ എടുക്കും. ഞാൻ ഇന്നലെ വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുരങ്ങന്റെ മുമ്പിൽ 1,00,000 രൂപയും വെച്ചു, 1 കിലോ പഴവും വെച്ചു. കുരങ്ങാതെ ചൂസ് ചെയ്യാം. പഴം. എന്താ കുരങ്ങൻ പഴം ചൂസ് ചെയ്യാൻ കാരണം? കുരങ്ങന് ഈ 1,00,000 രൂപക്ക് അപ്പൊ വെച്ചിരിക്കുന്ന പഴത്തിന്റെ എത്രയോ മടങ്ങ് മേടിച്ചൂടെ? എന്തുകൊണ്ടാണ് കുരങ്ങൻ പഴം ചൂസ് ചെയ്യാൻ കാരണം? കാരണം എന്താ? ലക്ഷത്തിന്റെ വില അറിയാത്തോണ്ട്. കുരങ്ങനൊരു ലക്ഷത്തിന്റെ വില അറിയില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും 1,00,000 രൂപയുടെ നോട്ടും 1 കിലോ പഴവും വെക്കുകയാണെങ്കിൽ അധികം ആളുകളും ഈ 1 കിലോ പഴമാണ് ചൂസ് ചെയ്യുക. എന്ന് പറഞ്ഞാല് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ തിരിച്ചറിയില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഓണ്ടർപ്രണർ ടോക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനോട് പറയാറുണ്ട്, നിലനിൽക്കുന്ന ടീം മെമ്പേഴ്സിനോട് പറയാറുണ്ട്, ഞാൻ എൻ്റെ കമ്പനിയുടെ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കമ്പനിയുടെ നിങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഒരു 25% പ്രോഫിറ്റ് ഷെയറിംഗ് തരാം. 25% പ്രോഫിറ്റ് ഷെയറിംഗ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, വേണ്ട എനിക്ക് സാലറി മതി. ഓക്കെ, ആ 25% പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടുന്ന സാലറിയുടെ എത്രയോ പുറത്തായിരിക്കും, അതിന് എത്രയോ മടങ്ങായിരിക്കും. അപ്പൊ ഞാൻ അവരോട് ഒന്നും കൂടെ പറയും, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സാലറിയും തരാം അല്ലെങ്കിൽ 25% തരാം, ഏതാണോ വലുത് അത് നിങ്ങൾ ചൂസ് ചെയ്തു. അപ്പോഴും അവർ പറയും, വേണ്ട സർ ഞങ്ങൾക്ക് മന്ത്ലി സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആ സാലറി മതി. ഓക്കെ, നേരത്തെ പറഞ്ഞിരിക്കുന്ന ലക്ഷത്തിന്റെ ഇപ്പൊ ഞാൻ ഇതേപോലെ ഒരു കമ്പനിയിൽ ഒരാൾ സംസാരിച്ചു. അപ്പൊ അയാൾ നിലവിൽ ജോലി ചെയ്യാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നതിനേക്കാളും ഇത്ര 80,000 രൂപ നിങ്ങൾക്ക് സാലറി തരാം, പക്ഷെ അതിന് ഇങ്ങനെ ടാർഗറ്റ് ഉണ്ട്. അപ്പൊ ആൾ എന്നെ അടുത്തിടെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ആ ജോലിയിൽ നിന്നിട്ട് ഞാനിതൊന്ന് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യട്ടെ, എന്നിട്ട് അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരാം. ആക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ അറിയാം, ബുക്കൊക്കെ വായിക്കുന്ന ആളാണ്. ക്ലിയർ ആകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് കിട്ടാത്ത വെച്ചാല് ഈ കുരങ്ങ് ചെയ്യുന്ന അതേപോലെ
ഓപ്പർച്യൂണിറ്റീസിൽ എടുക്കാൻ അവർ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. കാരണം യു ഡോണ്ട് ഹാവ് ടു ഗ്രേറ്റ് ടു സ്റ്റാർട്ട്, ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ടു ബി ഗ്രേറ്റ്. നമ്മളെല്ലാവരും ഒന്നും കൂടെ റെഡി ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഭയങ്കര സംഭവമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മളപ്പോയി മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ ഗ്രേറ്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഗ്രേറ്റ് ആക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം, ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു ഗൂഗിൾ മാപ്പ് ഉണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഗൂഗിൾ മാപ്പ് ഇല്ലേ? ഗൂഗിൾ മാപ്പ് ഇല്ലേ? ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് എപ്പോഴാണ് ആവശ്യം വരിക? യാത്ര ചെയ്യുമ്പോൾ. യാത്ര ചെയ്യുന്നവർക്കല്ലേ ഗൂഗിൾ മാപ്പ് ആവശ്യം? വഴി അറിയാത്ത രീതിയിലേക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് ആവശ്യമുള്ളത്. മൂവ് ചെയ്യാത്ത ആൾക്കെന്തില്ല, ഗൂഗിൾ മാപ്പ് ആവശ്യമില്ല അല്ലേ? നിങ്ങൾ യാത്ര പോകുമ്പോൾ വഴി അറിയില്ലെങ്കിലോ, ചിലപ്പോൾ ഇനി വഴി അറിയെങ്കിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ നമുക്ക് എന്തേ ഉള്ളൂ, ഗൂഗിൾ മാപ്പ് ആവശ്യമുള്ളൂ. ഗൂഗിൾ മാപ്പ് ഇല്ലെങ്കിൽ എന്തില്ല, യാത്ര ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ആവശ്യം. അത്രേ ഉള്ളൂ. എന്താ മനസ്സിലായത്? എന്താണ് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായത് പറയാം. ആ പറഞ്ഞോളൂ ദിവ്യമേ, എന്താ മനസ്സിലായത്? യാത്ര ചെയ്യുന്നവർക്ക് ഗൂഗിൾ മാപ്പ് ആവശ്യം. പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് അതായത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്തണം സ്വയം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളത്. ഓക്കെ, താങ്ക് യു. പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നതിലേക്ക്. ഓക്കെ, കറക്റ്റ്. എന്ന് പറഞ്ഞാല് ഗൂഗിൾ മാപ്പിന്റെ സെയിം വേ നമ്മളെ മനസ്സിലാക്കണം വെച്ചാല്, ലൈഫ് ഡസന്റ് റിവീൽസ് യുവർ പാത്ത് അൺലെസ് യു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് ജീവിതത്തിൽ വഴി കാണിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു വഴി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അപ്പൊ നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എന്താണ് കുറേ കാലമായിട്ട് തുടങ്ങണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ. എന്നിട്ടൊന്ന് നോട്ട് ചെയ്ത് നോക്കുന്നു. ഈ കുറേ കാലമായിട്ട് ഞാൻ ആ ഒരു വ്യക്തിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആ കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ആ പുസ്തകം ഒന്ന് ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണ് നിങ്ങൾ കുറെ കാലമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത് ആ ആക്ഷൻസ് എടുക്കാത്തത്? എന്താണ് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നോക്കി. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, all of you. നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യും. ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ തൊട്ട് മുമ്പിൽ നോക്കുന്ന സമയത്ത് വലിയൊരു രണ്ട് ഡോറുകൾ കാണുന്നു. ഒരു ഡോറിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഡോറിന്റെ നിറം ഗോൾഡൻ നിറം, നല്ല മനോഹരമായിരിക്കുന്ന ഒരു ഡോർ. ഒരു ഡോറിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു വൃത്തിയില്ലാത്ത പൊട്ടിപ്പൊളിഞ്ഞൊരു ഡോർ കാണിക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെ എന്താണ് ഈ ഡോർ എന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ പൊട്ടിപ്പൊളിഞ്ഞ ഡോറിലേക്കുള്ള വഴി വളരെ സിമ്പിളാണ്. നല്ല വൃത്തിയുള്ള ഒരു വഴിയാണ് ആ പൊട്ടിപ്പൊളിഞ്ഞ ഡോറിലേക്കുള്ളത്. നിങ്ങൾ ആ ഗോൾഡൻ മനോഹരമായിരിക്കുന്ന അവിടേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ദുർഘടം പിടിച്ച വഴിയാണ്, കുറച്ച് റിസ്ക് ഉണ്ട് അങ്ങോട്ട് എത്താനും വേണ്ടി. ഈ മനോഹരമായിരിക്കുന്ന ഡോറ് നിങ്ങളുടെ മുമ്പിലുള്ള അബണ്ടൻസ് ആണ്, ഐശ്വര്യമാണ്, അവസരമാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഡോറുള്ളത് നിങ്ങളുടെ മുമ്പിൽ ദാരിദ്ര്യമാണ്. ഏത് ഡോറാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്നത്? ആ ദാരിദ്ര്യത്തിന്റെ ഡോറിലേക്ക് എത്താൻ വളരെ മനോഹരമായിരിക്കുന്ന വഴിയാണ്. വഴി വളരെ മനോഹരമാണ്, നല്ല പൂക്കളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പോവാം. ധാരാളം ആളുകളും ആ വഴിയിലൂടെയാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ഗോൾഡൻ നിറത്തിലുള്ള ഈ ഡോറ്, ഇവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഇതിനുള്ള ഒരുപാട് നിധികളുണ്ട്, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകുന്ന യാത്ര കുറച്ചും കൂടെ ദുർഘടം പിടിച്ചതാണ്.
നിങ്ങൾ ഏത് ഡോറാണ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. ഏത് ഡോർ നിങ്ങൾ ചൂസ് ചെയ്യാൻ? ഗോൾഡൻ ഡോറിന്റെ അടുത്തേക്കുള്ള റോഡ്. ഗോൾഡൻ ഡോറിന്റെ അടുത്തേക്കുള്ള ഡോറാണ്, സോറി, ഗോൾഡൻ ഡോറിന്റെ അടുത്തേക്കുള്ള വഴിയാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിഷ്വലൈസേഷൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണോന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ്പോണിങ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു 5 ഗോളുകൾ ഇപ്പൊ എഴുതുക. റൈറ്റ് നൗ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങാതെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 5 ഗോളുകൾ. എഴുതിയിട്ട് പറയാം കേട്ടോ, കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. കംപ്ലീറ്റ് ആളുകൾ സി എന്ന് കമന്റ് ചെയ്യും. കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ സി എന്ന് കമന്റ് ചെയ്യാം. എല്ലാവരും കംപ്ലീറ്റ് ആയോ? ഓൾമോസ്റ്റ് ബീന മാം, നൗഫൽ സാർ, നജില, ദിവ്യ മാം, റസാഖ് സാർ, ഓക്കെ, ഷൈനി മാം, കീർത്തന, ഓക്കെ, ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ആയോ? ഓക്കെ, വൺസ് അഗൈൻ നിങ്ങൾ അതിൽ നിന്ന് ഈ 5 നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വേണം, ഓക്കെ എന്നുള്ളൊരു ഒരു കാര്യം പിക്ക് ചെയ്യാം. ഓക്കെ, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേഞ്ചസ് വേണം, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ഷൻസ് കൊണ്ടുവരണം എന്നൊരു കാര്യം കൂടെ അതിന് പിക്ക് ചെയ്യാം. നിങ്ങളെ 5 കാര്യത്തിൽ നിന്ന്, ഓക്കെ 5 കാര്യത്തിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ പിക്ക് ചെയ്യുക. പിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ കണ്ണടക്കാം. ഓക്കെ, ആ ഒരു കാര്യം കണ്ണടച്ചതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു 3 മാസം മുന്നേ നിങ്ങൾ ആ കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇമാജിൻ ചെയ്യും, 3 മാസം മുമ്പ് നിങ്ങൾ ആ മാറ്റി വെച്ചിരിക്കുന്ന, പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്,
സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടിയതെന്ന് വിഷ്വലൈസ് ചെയ്ത്, നിങ്ങൾ ആ മാറ്റി വെച്ചിരിക്കുന്ന കാര്യം 3 മാസം മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ മുന്നേ ആ കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തത് കാര്യം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് എന്താണോ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്നത്, ആ മാറ്റി വെച്ചിരിക്കുന്ന കാര്യം കൊണ്ട്, നീട്ടി വെച്ചിരിക്കുന്ന കാര്യം കൊണ്ട് എന്ത് റിസൾട്ട് ആണോ കിട്ടുന്നത്, ആ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത് വയ്ക്കും. ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടി, ആളുകൾ നിങ്ങൾ അഭിനന്ദിക്കുന്നത്, നിങ്ങൾക്കൊരു സെൽഫായിട്ടൊരു അഭിമാനം തോന്നുന്നുണ്ട്. വാവ്, ഞാൻ അത് നേടി, ഒരുപാട് കാലമായിട്ട് നീട്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഞാനിപ്പോൾ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ വളരെ അഭിമാനം. നിങ്ങൾക്ക് അതിന്റെ ആ റിസൾട്ട് ഇങ്ങനെ കാണുമ്പോൾ, അതിങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ എന്തെന്നില്ലാത്തൊരു ചാമ്പ്യൻ എന്നൊരു മൈൻഡ് സെറ്റ് വരുന്നത്, നിങ്ങൾ അതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ബാക്കിയുള്ള ആളോടൊക്കെ നിങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, ഫൈനലി ഞാനത് അച്ചീവ് ചെയ്തിരിക്കുന്നു. എന്താണ് ഇങ്ങനെ ചെയ്തപ്പോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ഫീലിംഗ് ആർക്കെങ്കിലും ഒരാൾക്ക് ഷെയർ ചെയ്യാം? ഇനി പിടിക്കാൻ ഷെയർ. ഉള്ളിന്റെ ഉള്ളുന്നൊരു ആത്മസംതൃപ്തി, പിന്നെന്താ പറയാ, ഒരു കോരിത്തരിപ്പ് ശരീരത്തില്, സന്തോഷം കൊണ്ട്. സോ ഇങ്ങനെയാണ് അബണ്ടൻസ് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, താങ്ക് യു. എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക? അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നമ്മള് ഒരു മടി മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻ ടേക്കർ ആവുക? കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു കാര്യത്തിന് കത്തിക്കാൻ വേണ്ടി തയ്യാറാവണം. ഓക്കെ, ചെറുപ്പ സമയത്ത് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഇവരൊക്കെ സമയത്ത് കുട്ടികളൊക്കെ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ അവർ കത്തിച്ച് കളയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് അതിന് പറയല്, എന്തൊരു സംഭവം അവിടെ ചെയ്യും. അവരിങ്ങനെ കുറച്ച് മുളകൊക്കെ കഴിഞ്ഞിട്ട് ഒഴിഞ്ഞിടുക എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ആക്കിയിട്ട് കടുകും മുളകൊക്കെ ഒഴിഞ്ഞിടുക, കടുകും മുളകൊക്കെ ഒഴിഞ്ഞിടും, എന്നിട്ട് കത്തിക്കും. എന്താണത്, എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അടുപ്പിലിട്ട് കത്തിക്കും. പിന്നെ കണ്ണേറ് പറ്റാതിരിക്കാൻ, ഈവിളായി എന്ത് ചെയ്യും, കുട്ടിക്ക് എന്തെങ്കിലും ദോഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിലിട്ട് കത്തിക്കും. ഇത് നിങ്ങൾ ചെയ്യണം, അടുപ്പിലിട്ട് കത്തിക്കണം. എങ്ങനെ? ബേൺ യുവർ എക്സ്ക്യൂസസ്. നിങ്ങൾ കത്തിക്കേണ്ട എന്തിനാണ്? പുറത്തു പോയി വന്നിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ കത്തിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ബേൺ യുവർ എക്സ്ക്യൂസസ്. നിങ്ങളുടെ എക്സ്ക്യൂസസുകളെ ആദ്യം കത്തിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. എവറി എക്സ്ക്യൂസസ് ഈസ് എ ജസ്റ്റ് വെൽ ഡ്രസ്ഡ് ഫിയർ. ഓക്കെ, നിങ്ങൾ പറയുന്ന എല്ലാ എക്സ്ക്യൂസസും വളരെ മനോഹരമായിട്ട് ഡ്രസ്സ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പേടിയാണ്. എന്ത് സർ തുടങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ ഇതിന്ന് പറയാണ്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പല ആളുകൾക്കും ആൻസർ പറയണമെന്നുണ്ട്. എന്താ ഒരു ആൻസർ പറയാത്തത്? അവരുടെ മുമ്പിൽ ഇങ്ങനെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു പേടി, ഒരു എക്സ്ക്യൂസസ് പറയും. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ആരാ പറയുന്നത്? സുന്ദരിയായിട്ട് സുന്ദരനായിട്ട് ഡ്രസ് ചെയ്തിട്ടുള്ള ആൾക്ക് ഇങ്ങനെ പറയാണ്, നീ പറഞ്ഞാൽ ശരിയാവില്ല. ഈ പാവം എന്ത് ചെയ്യാണ്? അത് വിശ്വസിക്കുകയാണ്. എന്ത് ചെയ്യുന്നില്ല അവര്? ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാവുന്നില്ല. അവരെപ്പോഴും ചോദിക്കുക, ഐ ക്യാൻ, ഹൗ കാൻ ഐ? ഓ, അത് എന്നെ കൊണ്ട് പറ്റില്ല. അവരെ കൊണ്ടൊക്കെ പറ്റും. സിന്ധു മാം, ദിവ്യ മാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ലീഡേഴ്സ്, അവർ വളരെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ അല്ലേ? അല്ലെങ്കിൽ അത് മറ്റൊരു വ്യക്തിയോട് പറ്റും, അത് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പാടില്ല. ഔക്കാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ? ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും എഴുതിയിരിക്കുക, റൈറ്റ് ഡൗൺ യുവർ ത്രീ മോസ്റ്റ് യൂസ്ഡ് എക്സ്ക്യൂസസ്. നിങ്ങളൊരു എപ്പോഴും നിങ്ങൾ പറയുന്ന 3 എക്സ്ക്യൂസസ് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, ഒന്ന് ബേൺ ചെയ്ത് വെക്കുക. നിങ്ങൾ പേപ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ 3 എക്സ്ക്യൂസസ്, എപ്പോഴും പറയുന്ന എക്സ്ക്യൂസസ് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി. ഞാൻ എന്താണ് എപ്പോഴും പറയുന്ന എക്സ്ക്യൂസസ്? സാധാരണ പറയുന്നത് സമയമില്ല എന്നുള്ളതാണോ? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ തുടങ്ങുന്നതാണോ? അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ, നാളെ ആവട്ടെ എന്നതാണോ? ഇങ്ങനെ
നിങ്ങൾ കോമൺ പറയുന്ന എക്സ്ക്യൂസസുകൾ എന്തൊക്കെയാണ്? ഒരു 3 എക്സ്ക്യൂസസുകൾ നിങ്ങൾ എഴുതി വെക്കുക. സാധാരണ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങൾ മെന്റലി ഒന്ന് കൊണ്ടുവന്നു ഞാൻ എന്താണ് അങ്ങനെ കാരണം പറയാറുള്ളത്? ഓക്കെ, കോമൺ മനുഷ്യന്മാർ പറയുന്ന എക്സ്ക്യൂസസ് എന്താണ്? സമയമില്ല, പിന്നെ ആവട്ടെ, അതിപ്പോ ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇപ്പൊ അല്ല അതിന്റെ റൈറ്റ് ആയി, കുറച്ചും കൂടെ ഒന്ന് പഠിക്കട്ടെ, അത് അവരും കൂടെ ഒന്ന് ജോയിൻ ചെയ്യട്ടെ, എനിക്കൊരു പാർട്ണറെ കിട്ടട്ടെ, അതെന്റെ ഭർത്താവ് അവിടുന്ന് വരട്ടെ, അത് ഇവരിങ്ങോട്ട് വരട്ടെ, മോന്റെ പഠനം കഴിയട്ടെ, അത് മോളെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് നോക്കാം, അല്ലേ? ബഷീർ ഖാന്റെ പ്രായത്തിലുള്ള ഒരാളെ കണ്ട ചെയ്യാം. നോർമലി ബഷീർ ഖാന്റെ പ്രായത്തിലുള്ള ഒരാളെന്താ ചെയ്യാം? സുഖമായിട്ട് കിടന്നുറങ്ങും കിട്ടണമൊക്കെ തിന്നിട്ട്. അല്ലെങ്കിൽ പെരയിലെന്ത് ചെയ്യും? മക്കളെയും പേരക്കുട്ടികളൊക്കെ നോക്കിയിട്ട് ഓരോ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ നടക്കുന്നുണ്ടാവും. ബഷീർക്ക് എന്താ ചെയ്യുന്നത്? കെയർ ഹോമിൽ പോകുന്നു, കെയർ ഹോമിലെ കാര്യങ്ങൾ അത് ചെയ്യുന്നത്, വൈഫിനെ കൂട്ടിയിട്ട് വിയറ്റ്നാമിന് ബാക്കിയുള്ള രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ പറയും ഇനിയിപ്പോ ഈ വയസ്സാം കാലത്ത് ഇപ്പൊ യാത്ര പോകാനിട്ടാണ്. ബഷീർക്ക് അങ്ങനെ പ്രായമൊക്കെ കേട്ടോ വേറെ കാര്യം. പക്ഷെ ആ ഒരു സെക്കൻഡ് ലൈഫിന് അദ്ദേഹം എൻജോയ് ചെയ്യാണ് ബാക്കിയുള്ള ആളുകൾക്ക് ഡിഫറെന്റ് ആയിട്ട്. എങ്ങനെ? ഈ പറയുന്ന എക്സ്ക്യൂസുകളൊക്കെ അദ്ദേഹം ബേൺ ചെയ്തതാണ്. ബേൺ യുവർ എക്സ്ക്യൂസസ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ബേൺ യുവർ എക്സ്ക്യൂസസ്. ഇനി വേറെ ടൈപ്പ് ഓഫ് ഒരാൾക്കാരുണ്ട്. രണ്ടാമത്തെ ആൾക്കാരാണ്, അവർക്കൊരു ഷിഫ്റ്റിംഗ് ആണ് വേണ്ടത്. ആ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയില്ലേ, ഓരോ മോഡ് ഓൺ ആക്കി എന്റെ ഹാപ്പിനെസ് മോഡ് ഓൺ ആണെന്നൊക്കെ പുതിയ പിള്ളേർ പറയാറുണ്ട്. ട്രിപ്പിംഗ് മോഡ് ഓൺ എന്നൊക്കെ പറഞ്ഞ കാണിക്കില്ലേ? ട്രിപ്പിംഗ് മോഡ്. ഇപ്പൊ ട്രിപ്പിംഗ് മോഡ് ഓൺ ആണ്. ഇപ്പൊ ഞാൻ ആ മോഡിലാണ്, ഈ മോഡിലാന്നൊക്കെ പിള്ളേർ സ്റ്റാറ്റസ് ഇടുന്ന പോലെ തിങ്കിങ് മോഡാണ് പല ആളുകൾക്കുള്ള. ഈ തിങ്കിങ് മോഡ് നമ്മൾ എന്ത് ചെയ്യണം? ഡൂയിങ് മോഡിലേക്ക് നമ്മളെ ട്രാൻസിസ്റ്ററിനെ ഒന്ന് ചേഞ്ച് ചെയ്യണം. തിങ്കിങ് മോഡ് ടു ഡൂയിങ് മോഡ്. തിങ്കിങ് മോഡ് എന്തെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിങ്കിങ് മോഡ് ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുത്തില്ല. ഈ ചിന്തിക്കുക എന്ന് പറഞ്ഞ സാധനം തന്നെ, ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ആരാ രക്ഷപ്പെടുക? ഡൂയിങ് മോഡിലേക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്ന് പറയാറുണ്ട്, അല്ലെ? നല്ലൊരു വാക്കല്ല, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പറഞ്ഞോ, ഐ വിൽ ട്രൈ ലെവൽ ബെസ്റ്റ് അല്ലേ നമ്മളെല്ലാവരും പറയുന്നത്? യെസ് സർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ഗുഡ്. തേങ്ങ കൊലയാണ്. അതന്നെ ഏറ്റവും വലിയ ഇതാണ്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് അല്ല, ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യും. ശ്രമിക്കുന്നതാണ് ലൈഫിൽ ഏറ്റവും വലിയ പിടുത്തം. മമ്മൂട്ടിന്റെ ഒരു സിനിമയിൽ കണ്ടില്ലേ, ഒരു പേൻ എടുക്കാൻ പറയുന്നത്? ഒരു പേൻ എടുക്കാൻ നീ ശ്രമിച്ച് എടുക്കല്ലേ, ശ്രമിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ശ്രമിക്കാം സാർ. ശ്രമിക്കല്ല. എന്താ ശ്രമിക്കാൻ അവിടെ? ചെയ്യ, പോയിട്ട് ചെയ്യ. ഇപ്പൊ തന്നെ എന്ത് ആക്ഷൻസ് എടുക്കാനുള്ളത് ആലോചിച്ച് നോക്കുക. ലൈഫിൽ എപ്പോഴും നമ്മൾ ഫാറ്റ് മോഡ് ഓൺ ആക്കില്ല. എന്താ ഫാറ്റ് മോഡ്? ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം? ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ ആയി. ഫാസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സ് ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് പ്ലാൻ. എന്താണ് പ്രത്യേകത? ജസ്റ്റ് ഔട്ട് നൗ, ഫിക്സ് ലേറ്റർ. എന്താണ് അവിടെ മാറ്റം? എന്താണ്? മറ്റൊരു ഇങ്ങനെ ചിന്തിച്ചിട്ടു പ്ലാനൊക്കെ വരച്ച് എഴുതി. എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട്, എനിക്കറിയാം. ഒരു കൊല്ലം മുമ്പ് ചോദിച്ച കാര്യം തന്നെ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഞാൻ അങ്ങനെ ചെയ്താലോ, ഞാൻ ഇങ്ങനെ ചെയ്താലോ? അല്ല സേഫ്, അതൊന്നും കൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയോ? ഞാൻ എന്റെ ടീം മെമ്പേഴ്സിനോടൊക്കെ പറയാനുള്ളത്, ഇത് ചെയ്യാം നമ്മൾ. വരും ഹൗ. ഇപ്പൊ ഞാൻ ഇന്നലെ ഇതേപോലെ ഞാൻ ഗോപികനോട് ചോദിച്ചു, എന്താ ഗോപിക നമ്മൾ ചെയ്യാം? ഗോപികാരൻ എന്താ സാർ ചെയ്യാം? നമ്മൾ ചെയ്തു നോക്കുകയല്ലേ? അപ്പൊ ഗോപികാരൻ യെസ് ചെയ്യാം, ബാക്കി പിന്നെ അപ്പൊ നോക്കാം. നമ്മൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എന്താണോ അറിയുന്നത്, അതല്ലേ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലൊക്കെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്ന കാര്യം? എന്താണ്? നിങ്ങൾ എന്ത് ചെയ്ത് കാത്തിരിക്കരുത്, ശരിയായോ ഇല്ലയോ അല്ലെങ്കിൽ ശരിയായ സമയത്തിന് വേണ്ടി കാത്തിരിക്കരുത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് ഉടനെ തുടങ്ങുക. ബാക്കി നിങ്ങൾക്ക് പ്രപഞ്ചം തരും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് പ്രപഞ്ചം തരും. എന്ത് ചെയ്യരുത്? ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് പ്ലാൻ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞത്, പെർഫെക്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല. അതിങ്ങനെ ഇംപ്രൂവ്മെന്റ് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സ്റ്റാർട്ട് നൗ, ഫിക്സ് ലേറ്റർ. നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ, പല സോഫ്റ്റ്വെയർ തുടങ്ങുന്ന സമയത്ത് അതിന് ബഗ്ഗിങ് ഉണ്ടാവും. ഇറ്റ്സ് കോൾഡ് ബഗ്ഗിങ്. സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ. അപ്പൊ ആ ബഗ്ഗിങ് നിങ്ങൾ ഓരോ സോഫ്റ്റ്വെയർ ഇപ്പൊ ഇങ്ങനെ സൂം ഒക്കെ അപ്ഡേറ്റ് ആയി, നിങ്ങൾ വാട്സപ്പ് ഒക്കെ അപ്ഡേറ്റ് ആവും. ആ അപ്ഡേറ്റ് ആവുമ്പോൾ എന്താണ് കഴിഞ്ഞതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താണ് കഴിഞ്ഞതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഇങ്ങനെ പ്രോബ്ലംസ് ആളുകൾ ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞത് ഞങ്ങൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെ? വാട്സപ്പിന്റെ
അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ വാട്സപ്പ് തുടങ്ങുന്ന ഒരാൾക്ക് അറിയായിരുന്നു വാട്സപ്പ് ഇത്രയും വലിയ ഇങ്ങനത്തെ ഒരു സംഭവം വരും എന്നുള്ളത്. അവർക്കൊരു മെസ്സേജിങ് ആപ്പ് എന്നുള്ള രീതിയിൽ ഐഡിയക്ക് ചെയ്യുന്നത്. പിന്നെ അതിന് എന്തുമാത്രം ഫീച്ചേഴ്സ് വന്നു. ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഇന്നലെ ഷീബ സജ്ജന എന്ന് പറഞ്ഞു, പണ്ട് ബി മാജിക്കിൽ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഷീബയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഷീബ ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീബക്ക് ഒരു അബവ് 45 ഇയർ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അവർക്കൊരു മകളുണ്ടായിരുന്നു, ഒരു മകനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മകള് ഒരു 6 മാസം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മകൾ ഏകദേശം PG വരെ പഠിച്ച് 22 വയസ്സിലങ്ങാണ്ടോ 21 വയസ്സിലെ മകൾ മരിച്ചു. ഓക്കെ, ഒരു 2 വർഷം മുമ്പാണ് ഇവരെ മകൾ മരിക്കുന്നത്. അതിന് ശേഷം ഷീബ പോയി പല കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ ഷീബ ടോക്കിങ്ങിൽ ഷീബ പറയാണ്, ആ സേഫ് നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ വന്നിരിക്കുന്ന അവിടുന്ന് നമ്മൾ ഇപ്പൊ എത്രമാത്രം മാറിയിരിക്കുന്നു, എത്രമാത്രം ഉയർച്ചയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അന്ന് നമ്മൾ സ്വപ്നം കണ്ടതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്ത് എത്തിയില്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത്, ഫസ്റ്റ് കൗൺസിലിംഗ് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നോട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സേഫ് എന്തിനാ നീ വന്നിരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് രാവിലെ ഒന്ന് എണീറ്റൊക്കെ ഒന്ന് റെഡി ആകാൻ പറ്റും. ഓക്കെ, ഞാൻ ആഗ്രഹം പറഞ്ഞതാണ്, എനിക്ക് രാവിലെയൊക്കെ എണീക്കണം, ലൈഫിലൊരു ചിട്ടമാണ്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് അന്ന് വലിയ സ്വപ്നമൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ 5 വർഷം മുമ്പിലേക്ക് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ, 5 വർഷം പിന്നിലേക്ക് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആഗ്രഹിച്ചിടത്തൊക്കെ നിങ്ങൾ ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ എത്രയാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ ആഗ്രഹത്തിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ട് നിങ്ങളിപ്പോ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ആഗ്രഹിച്ചിടത്ത് എത്തിയിട്ടുണ്ടാവും. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചതിലേക്ക് നിങ്ങൾ ആക്ഷൻ എടുത്തിട്ട് എത്തിയിട്ടുണ്ടാവുന്നതാണ്. ഓക്കെ, 5 വർഷം മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ചിടത്തേക്ക് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ബഷീർക്ക, ഓക്കെ, നിങ്ങൾ എന്തുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. സോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. തിങ്കിങ് മോഡ് ഡൂയിങ് മോഡിലേക്ക് മാറ്റുക എന്ന് പറയുന്നതാണ്. സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. നിങ്ങൾ എന്ത് ചെയ്യുക, റെഡി ആവുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുക. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന 2 റൂളും കൂടെ ഞാൻ പറയാം. ഒന്നാണ് 5 സെക്കൻഡ് റൂൾ. മെൽ റോബിൻസൺ പറഞ്ഞിട്ടുള്ള റൂളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും സ്റ്റക്ക് അയക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന റൂളാണ്. നിങ്ങൾക്ക് അറിയുന്ന റൂളായിരിക്കും 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങണോ വേണ്ടോ, നമ്മുടെ മൈൻഡ് ഇങ്ങനെ സ്റ്റക്ക് അയക്കുന്ന സമയത്ത് ജസ്റ്റ് കൗണ്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, റോക്കറ്റൊക്കെ പോകുന്നില്ലേ, റോക്കറ്റൊക്കെ പോകുന്നപ്പോൾ നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യുക. 5 4 3 2 1 സ്റ്റാർട്ട്. ഭയങ്കര എഫക്റ്റീവ് സാധനം കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാണ്, ആ നൗഫൽ സാർ നിങ്ങൾ പിന്നെ കൊണ്ടോട്ടി വരണം, കൊണ്ടോട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അൽഫാം ഉണ്ട്, ആ അൽഫാമിന്റെ ടേസ്റ്റ് എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് അൽഫാം കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു അൽഫാം ഞാൻ കഴിച്ചിട്ടില്ല. അയാൾ അൽഫാം ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടു നോക്കുമ്പോൾ തന്നെ അതിൽ കുറെ പൊതിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്മെല്ലുണ്ട്. നൗഫൽ സാറെ ആ സ്മെല്ല് ഇങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ ശരീരത്തിലൂടെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പോകും. പിന്നെ അൽഫാം ഇടിക്കുമ്പോണ്ടല്ലോ ആ ചിക്കൻ അയാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഒരു തുള്ളി കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നൗഫൽ സാറിന് അൽഫാമിന്റെ ടേസ്റ്റ് കിട്ടുമോ? അല്ലെ, എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അൽഫാം ടേസ്റ്റ് ചെയ്താൽ ടേസ്റ്റ് കിട്ടുള്ളൂ. സോ എന്നെ പോലെ ഞാനിങ്ങനെ 5 സെക്കൻഡ് റൂളോ 4 സെക്കൻഡ് റൂളോ കണ്ടിട്ട് നിങ്ങൾ ഇന്നലെ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഏത് 5 സെക്കൻഡ് റൂൾ യൂസ് ചെയ്യാത്ത ആളുകൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സ്റ്റക്ക് ആയി നമുക്ക് തുടങ്ങാം. ജസ്റ്റ് കൗണ്ട് ഡൗൺ. രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. 5 4 3 2 1 സ്റ്റാർട്ട്. ഇപ്പൊ ചാടി എണീറ്റേക്കണം. 5 4 3 2 1 സ്റ്റാർട്ട്. പിന്നെ എന്ത് ചെയ്യരുത്, പിന്നെ ഒരു സമയം കൊണ്ട് 5 സെക്കൻഡ് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം തിങ്ക് ചെയ്യാനുള്ള സമയം ഉണ്ടല്ലോ. അതാണ് ഡൂയിങ് മോഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? രാവിലെ ഉറക്കമുണർന്ന ഉടനെ നിങ്ങൾ ചിന്തിക്കാൻ തിങ്കിങ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കടന്നു പോകും. ഡൂയിങ് മോഡിലാണെങ്കിൽ എന്താണ്, 5 4 3 2 1 സ്റ്റാർട്ട്. ഫാസ്റ്റ് ആക്ഷനിലേക്ക്. രണ്ടാമതാണ് 2 മിനിറ്റ്സ് റൂൾ. എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ 2 മിനിറ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഡൂവർ ആവുക. 2 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മെയിലിന് റീപ്ലൈ കൊടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ കുറച്ച് വെള്ളം കുടിക്കുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ വാട്സപ്പിൽ റീപ്ലൈ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ആണെങ്കിൽ 2 മിനിറ്റ്സ് റൂൾ എന്ന് പറയും. 2 മിനിറ്റ്സിൽ ചെയ്യാം. ഇഫ് ഇറ്റ് ടേക്സ് ലെസ് ദാൻ 2 മിനിറ്റ്സ് ഡു ഇറ്റ് നൗ. 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തേക്കുക. പിന്നത്തേക്ക് എന്ത് ചെയ്യരുത്, മാറ്റി വെക്കരുത്. ഓക്കെ, ഇപ്പൊ ഞാൻ കാണുന്ന സംഭവമാണ്, ഞാൻ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യും. ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, ഞാൻ കണ്ടക്ട് ചെയ്യുന്ന മീറ്റിംഗ് ആണെങ്കിൽ ആ മിനിറ്റ്സ് എഴുതാണെന്ന് ഞാൻ അപ്പൊ തന്നെ എഴുതും. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ എഴുതും. വേറെ ഒരു പരിപാടിക്ക് ഞാൻ പോകില്ല. കാരണം മീറ്റിംഗിന്റെ ആ സമയത്തിലേക്ക് ഞാൻ അതിന് ആഡ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും വലിയ വിഷയം പറഞ്ഞാൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ടാവും, മിനിറ്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, ആ മിനിറ്റ്സ് ഇല്ലെങ്കിലോ ആ മീറ്റിംഗ് വേസ്റ്റ് ആവും. നിങ്ങൾ എന്ത് ചർച്ച ചെയ്ത് നമ്മളത് അതിലുണ്ടാവില്ല. എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പം ഇതെന്ത് ചെയ്യാ, നിങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക.
ആൻ ആക്ഷൻ ടേക്കർ. എപ്പോഴും പറയാം ആക്ഷൻ ടേക്കർ. നമ്മളിങ്ങനെ പറയാം ഓ എനിക്ക് മടിയാണെന്നൊക്കെ പകരം നമ്മൾ എപ്പോഴും അതിന് മാറ്റി പറയാം ഐ ടേക്ക് ഫാസ്റ്റ് ആക്ഷൻ ഈവൻ ഇഫ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും ഞാൻ ഫാസ്റ്റ് ആയിട്ട് അതിന് ആക്ഷൻ എടുക്കും എന്ന് നിങ്ങളൊരു മിററിന് മുമ്പിൽ നിന്നിട്ട് പറയാം. ഐ ടേക്ക് ഫാസ്റ്റ് ആക്ഷൻ ഈവൻ ഇഫ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും ഞാൻ ഫാസ്റ്റ് ആക്ഷൻസ് എടുക്കും. അഞ്ചാമത്തെ ഒരു കാര്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു നോൺ ഡിസ്ട്രാക്റ്റഡ് സോൺ ഉണ്ടാക്കുക. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ വായിക്കാനും വേണ്ടി പോകുന്ന സമയത്ത് എന്റെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യും, എന്റെ മൊബൈൽ ഫോണ് ഈ റൂമിൽ വെച്ചിട്ട് പോകും. ഫ്ലൈറ്റ് മോഡൊക്കെ ഇട്ടിട്ട് ഈ റൂമിൽ വെച്ചിട്ട് പോകും. ഓക്കെ, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ ചിലപ്പം ഫുള്ളി അതിനിരിക്കും. ചിലപ്പോൾ ഓഫീസിൽ എല്ലാവരും പോയതിനു ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂറോ ചിലപ്പോൾ ഇരിക്കും. ചിലപ്പോൾ രാവിലെ എണീറ്റിട്ട് 4 മണി 4ക്ക് എണീറ്റിട്ട് ഇങ്ങനെ എനിക്ക് ചില കാര്യങ്ങൾ ചില ഫോർമുല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു നോൺ ഡിസ്ട്രാക്ഷൻ സോൺ ഉണ്ടാക്കി വെക്കുക. നിങ്ങളെ മൊബൈൽ ഫോൺ മാറ്റി വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുക, നിങ്ങൾ ആ ഡെസ്ക് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് വെക്കുക നിങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ ആക്ഷൻസ് എടുക്കാൻ പ്രേരിപ്പിക്കും. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഞാൻ ഫൈനലി വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. ഈ ഒരു പോളിസി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവും, ഒരു സംശയമാണ്. ഓക്കെ, ഒരൊറ്റ കാര്യം നിങ്ങൾ നിന്ന് ടേക്ക് അവേ എടുത്താൽ മതി. സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. നിങ്ങൾ റെഡി ആവുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആവാനും വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. നല്ല സമയം വരാനും വേണ്ടിയിട്ട്, നല്ല ആളുകൾ വരാനും വേണ്ടിയിട്ട്, നല്ലത് സംഭവിക്കാനും വേണ്ടിയിട്ട് ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ്. സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. നിങ്ങൾ റെഡി ആവുന്നതിന് മുമ്പ് ധരിക്കാം. നിങ്ങൾക്കിപ്പോൾ ആ ഒരു നമ്മുടെ പുതിയ ചലഞ്ച് അല്ലെ, ബെറ്റർ യു ചലഞ്ചിലൊക്കെ പങ്കെടുത്ത ആളുകൾ അതിന് ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ അവിടെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ റെഡി ആവുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുന്ന പ്രക്രിയയാണ് ചെയ്യിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. നിങ്ങൾ റെഡി ആവുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, തുടങ്ങുക. അങ്ങനെ റെഡി ആവുന്നതിന് മുമ്പ് തുടങ്ങിയ ആളുകളൊക്കെ ചരിത്രത്തിൽ അവിടെ പേരുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. റെഡി ആവാനും വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള പള്ളിക്കാട്ടിനും ശവപ്പറമ്പിൽ പോയി നോക്കുക. അവരൊക്കെ നിങ്ങളോട് പറയും ഞങ്ങളിങ്ങനെ റെഡി ആവാനും വേണ്ടി കാത്തിരുന്നവരായിരുന്നു, ഒന്നും റെഡി ആയില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്. റെഡി ആയവരൊക്കെ പല പുസ്തകങ്ങളിലും പല ആളുകളിലും പോസ്റ്ററുകളായിട്ടും ഇന്നും നമ്മൾ അവരെ സംസാരിക്കുന്നുണ്ട്. റെഡി ആവാതെ തുടങ്ങിയ ആളുകളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നും സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. റെഡി ആവാനും വേണ്ടി കാത്തിരുന്ന ആളുകൾ അവരുടെ കഥകൾ അറിയണമെങ്കിൽ നിങ്ങൾ പള്ളിക്കാട്ടിൽ പോകണം, അവരുടെ കഥകൾ നിങ്ങൾ ശവപ്പറമ്പിൽ പോകണം, അവിടെ പോയിട്ട് ചോദിച്ചു നോക്കണം. അവർ നിങ്ങളോട് കഥകൾ പറയും. ഞങ്ങൾ നിങ്ങളെപ്പോലെ റെഡി ആവാനും വേണ്ടി കാത്തിരുന്നു, ഭയങ്കര വിഡിത്തായി പോയി. ക്ലിയർ ആണോ? സോ റെഡി ആവാനും വേണ്ടിയിട്ട് കാത്തിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ബിഫോർ യു ആർ റെഡി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ടീം മെമ്പേഴ്സ്, ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് ഒരുപാട് പോയിന്റ്സും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് പോയിന്റ്സ് ഉണ്ട്. സോ ആരാണ് ഫസ്റ്റ് പറയുന്നത്? ഞാനൊന്ന് പറയട്ടെ. എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. കാരണം സേവ് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആദ്യം അതാക്കി പറയല. കാരണം എന്താ വെച്ചാ ആ ഒരു ചലഞ്ചിലേക്ക് വന്നപ്പോ എന്താ ആ ചലഞ്ചിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല മനസ്സില്, ഇഷ്ടത്തോട് കൂടിയിട്ട് നമുക്ക് ആ നൈറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കിടന്നുറങ്ങുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ആത്മസംതൃപ്തി ഭയങ്കരമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഓരോ ചലഞ്ചുകളിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിൽ ആ സന്തോഷമാണ്. ഈശ്വര അത് ആ സമയത്ത് ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സും കൂടി നമ്മൾക്ക് വരികയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറേ, ഒരുപാട്. കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് മാറി എന്നുള്ളതാണ് സത്യം. എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നുള്ളത് കുറെ റസാഖ് സാറിനും സേവ് സാറിനൊക്കെ നന്നായിട്ട് അറിയണതാണ്. ഫസ്റ്റിലെ മീറ്റിങ്ങിനൊക്കെ വന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ്, ഞാന് അതൊക്കെ മറന്നുപോയ കാര്യങ്ങളാണ്. ഇപ്പൊ അതൊന്നും ഓർക്കണേയില്ല. എന്നാലും അതൊന്നൊക്കെ മാറി ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച ഈ ബി മേജിക് എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിലേക്ക് സേവ് സാറിനോടൊക്കെ ഒത്തിരി താങ്ക്സ് ആണ്. ഇന്നെങ്ങനെ ആക്കി മാറ്റി എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. സത്യം പറയുന്ന കണ്ണ് നിറഞ്ഞു പോവാ, അത്രയും സന്തോഷമുണ്ട്. ഇപ്പൊ ഈ ഒരു ചലഞ്ചും കൂടി ഏറ്റെടുത്തപ്പോ ഞാൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയ പോലെ എനിക്കൊരു തോന്നലിട്ടാ. കാരണം ഒരു കാര്യം മാറ്റി വെക്കാൻ പറ്റുന്നില്ല, ഒന്നും മാറ്റി വെക്കാൻ തോന്നുന്നില്ല. രജിസ്റ്റേഴ്സ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ മടിച്ചിരുന്നിരുന്ന ഒരാളാ. ഇപ്പൊ ഓരോ ദിവസം ഓരോ ബുക്ക് ഞാൻ റെഡിയാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പൊ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, ഈ ഒരു ചലഞ്ചിൽ നിന്നാണ് മെയിൻ ആയിട്ട് പറയാം. ഈ ഒരു ബെറ്റർ യു എന്നുള്ള ആ ചലഞ്ച് ഏറ്റെടുത്തപ്പോ തന്നെ നമ്മൾ ഒരുപാട് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഇനിയും ചലഞ്ചുകൾ ഏറ്റെടുക്കാത്തവര് ചലഞ്ചിലേക്ക് വരണം, നമ്മളെ ജീവിതം നമ്മൾ മാറ്റിയെടുക്കണം, ഇത്രയ്ക്ക് പറയുള്ളൂ. എനിവേ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും നന്ദികൾ വേണ്ടത് ബി മാജിക്കിൽ ആളുകൾ കൂടിയിട്ടാണ്. ഓക്കെ, ഇഫ് യു റിയലി ലവ് ദിസ് കമ്മ്യൂണിറ്റി, നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സിന്ധു മാമിന് അങ്ങനെ കഥ പറയാനുണ്ടെങ്കിൽ സിന്ധു മാമിനെ പോലുള്ള 10,000 ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ പല ഭാഗത്തുണ്ടാവും. പല സിന്ധു മാം ചെയ്യുന്നില്ല എന്നല്ല ഓരോ ആളോടും പറയാം. നിങ്ങൾക്ക് ഓരോ ആളുകൾക്കും ഈ കമ്മ്യൂണിറ്റി ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ഈ കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ശരിക്കും നിങ്ങൾക്ക് ഇതിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതിലുള്ള 26 ആൾക്കാരെ നിങ്ങൾക്ക് ഒരു 40 ആൾക്കാരാക്കാനോ അല്ലെങ്കിൽ 52 ആൾക്കാരാക്കാനോ ഒരു പണിയില്ല, അല്ലേ? എനിക്ക് മാത്രം ഇതിൽ ചെയ്യാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡ് കാര്യമാണ്. ഐ ക്യാൻ ഡു എനിത്തിങ് വിത്തൗട്ട് യു. പക്ഷെ നിങ്ങൾ ഓരോ വ്യക്തികളും ഒരു 3 പേരെ ഇതിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നാളെ 100-ലേക്ക് എത്തിക്കാനോ 150-ലേക്ക് എത്തിക്കാനോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൊണ്ടു നടക്കുന്നത്? വാട്ട് യു വിൽ ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്. നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരാളുടെ ലൈഫിൽ, ഞാൻ ഈ ഭൂമിയിൽ നമ്മൾ വിശ്വസിക്കുന്നത് പർപ്പസ് ഓഫ് ലൈഫിലാണ് വിശ്വസിക്കുന്നത്, നമ്മൾ കാരണം ഒരാളുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാവും. ഓക്കെ, ഞാൻ ഈ ബിസിനസിന്റെ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കാറ്, ഞാൻ കാരണം ഒരാളുടെ ബിസിനസ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സിൽ എത്രയോ ആളുകൾ രക്ഷപ്പെടും. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും എന്റെ ബിസിനസ്സിനെ രക്ഷപ്പെടുത്തും. ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വസിക്കരുത്, ഞാൻ ചെയ്യുന്നത് മറ്റാളുകൾ രക്ഷപ്പെടുത്താനും അവരുടെ ലൈഫ് കുറച്ചും കൂടി ലൈറ്റനാക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ബി മാജിക്കിന് വേണ്ടിയിട്ട് അത് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ബി മാജിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ കൊടുക്കേണ്ടത് ബി മാജിക്കിനാണ്. ഓക്കെ, അത് ഒരുപാട് ആളുടെ എഫേർട്ടാണ്. ഈ പറയുന്ന നിങ്ങളുടെ ടീം ലീഡേഴ്സിന്റെ, റസാഖ് സാറ്, സിന്ധു മാമിന്റെ, ഇൻക്ലൂഡിങ് ഇതിലുള്ള നൗഫൽ, എല്ലാ ആളുകളും, ഒരാളുടെ പേര് പറയാൻ പറ്റുമല്ല, ഈച്ച് ആൻഡ് എവരി എല്ലാവരുടെ പേരും പറയാൻ എല്ലാ ആളുകളുടെ എഫേർട്ടാണ്. സോ തിരിച്ച് നിങ്ങൾ ബി മാജിക്കിനോട് എന്താ ചെയ്യുക, ആ കടപ്പാട് നിങ്ങൾ ബി മാജിക്കിന് കൊടുക്കുക. എനിക്കല്ല വേണ്ടത്. ഓക്കെ, ഞാനൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി ബാക്കി ഇത് കൊണ്ടെടുക്കുന്നതൊന്നും എന്റെ കഴിവല്ല. നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് ബി മാജിക്കിനായിരിക്കണം. ബി മാജിക്ക് വളർത്താനും ബി മാജിക്കിലേക്ക് പുതിയ ആളുകൾ എത്തിക്കാനും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നാളെ നിങ്ങളെ കുറിച്ചിട്ട് ആളുകൾ എങ്ങനെ പറയാം? സിന്ധു മാം എന്ന് പറഞ്ഞതുകൊണ്ട്, ദീപ മാം എന്ന് പറഞ്ഞതുകൊണ്ട്, ഫെബി മാം എന്ന് പറഞ്ഞതുകൊണ്ട്, ഗോപിക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തു. അതുകൊണ്ട് എന്റെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായി. അതായിരിക്കും നിങ്ങൾ തിരിച്ച് ബി മാജിക്കിന് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ കമ്മ്യൂണിറ്റിയുടെ മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യാം. ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ പാസ് ചെയ്ത് കൊടുക്കുക. എത്ര ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ടല്ലോ, എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട് അവിടെ മെന്റലി ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഫ്രീ, നിങ്ങൾ അത് അവർക്ക് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഒരു ദിവസം ഒരാളോടെങ്കിലും ഞാൻ ബി മാജിക്കിനെ കുറിച്ച് പറയാത്തതില്ല സാറേ. കാരണം ആ മുസ്തഫ സാറെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാ, ഞാൻ മുസ്തഫ സാറിനോട് സംസാരിച്ച് ഇതിലേക്ക് സാറിനോട് എന്നോട് ചോദിച്ചാൽ എന്താ അറിയോ, ടീച്ചർക്ക് എന്നെ എങ്ങനെ കണ്ടപ്പോ എങ്ങനെ തോന്നി ഞാൻ അതിലേക്ക് എനിക്ക് അറിയില്ല, എന്താന്ന് എനിക്ക് അറിയില്ല. മുസ്തഫ സാറിനെ കണ്ടപ്പോ എനിക്ക് തോന്നി സംസാരിച്ചാൽ മുസ്തഫ സാർ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരും എന്നെന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ സാറിനോട് സംസാരിച്ചു. സാറ് ആ ക്ഷണത്തിൽ എന്നെ ഞാൻ മെസ്സേജ് ഇതിട്ട് കൊടുക്കല്, അതിലേക്ക് കയറലും എല്ലാം പെട്ടെന്ന് പിറ്റേ ദിവസം മൂപ്പര് ക്ലാസ്സിൽ കയറുക ചെയ്തത്. അപ്പൊ അത്രയും എന്തോ എനിക്കല്ല, ഒരാളെ കാണുമ്പോ ആ ആള് എനിക്ക് വരാളാന്ന് വരെ എന്റെ മനസ്സിൽ തോന്നിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഈ ബി മാജിക്കിന്റെ കഴിവാട്ടാ. അപ്പൊ ആ സാറ് എനിക്ക് കയറിയത് അതുകൊണ്ട് തന്നെയാണ്. എനിവേ താങ്ക് യു. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സിന്ധു മാം, താങ്ക് യു. നെക്സ്റ്റ്, നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫീഡ്ബാക്ക് ഒന്ന് സ്പീഡാക്കി കഴിഞ്ഞാൽ ബെറ്റർ ആവും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിന്ന്. 5 സെക്കൻഡ് റൂൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്ത് എന്താ പറയാ, 2-3 ബെല്ലൊക്കെ വെച്ചിട്ടിരിക്കുവായിരുന്നു ആദ്യം. അപ്പൊ ആ സമയത്ത് എങ്ങനെങ്കിലും ഒന്ന് എണീക്കണം, എന്താ ഒരു വഴിന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു മനസ്സിലായത്. അപ്പൊ അത് ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ റെഡിയായി, ഇപ്പൊ എനിക്ക് ആ പ്രോബ്ലം വരുന്നില്ല. ആദ്യം എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു.
എണീക്കണം എങ്ങനെങ്കിലും. സത്യത്തിൽ ഈ ബി മാജിക്കിൽ വന്നത് പോലും കാലത്ത് എണീക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വേറെ എനിക്ക് എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. എനിക്ക് കാലത്ത് എണീക്കണം. കാരണം ഞാൻ ജേണൽ റൈറ്റിംഗ് പണ്ട് എഴുതാറുണ്ട്, കുറെ നാളുകൾ കൊണ്ട് എഴുതാറുണ്ട്. പക്ഷെ എനിക്ക് എങ്ങനെ നോക്കിയിട്ട് മോർണിംഗിൽ എണീക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് അത് ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 16-17 കാലഘട്ടത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നല്ലൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും, എന്നിട്ട് ആ ഒരു റൂൾ അനുസരിച്ച് ഞാൻ ജീവിക്കും, വളരെ ഞാൻ ഹാപ്പി ആയിരിക്കും. എനിക്ക് തോന്നുന്നു ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അത്. ഇപ്പൊ ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സേഫ് സാറിലൂടെ, അതുപോലെയുള്ള മറ്റുള്ള എല്ലാ അംഗങ്ങളിലൂടെയും. ഞാൻ നൗഫൽ സാറിന്റെ അടുത്തും ഞാൻ ഒരു വട്ടം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് നമ്മള് ആ ഒരു ഫിയറിനെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ കടക്കുമ്പോഴുണ്ടല്ലോ, ആദ്യം നമുക്ക് നല്ല ഭയം ഉണ്ടാവും. അപ്പൊ ചലഞ്ചിങ്ങിലേക്ക് ഏറ്റെടുത്തപ്പോ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇതെനിക്ക് പറ്റുമോ. ഞാൻ ആദ്യം ഷെന്നി മാമിനോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, മാം എനിക്കിത് ചെയ്യാൻ പറ്റുമോ. അപ്പൊ ഷെന്നി മാം പറഞ്ഞത്, ദിവ്യ നമുക്ക് പറ്റും, ഒന്ന് കേറും. ഇപ്പൊ നമുക്കതൊരു ഈസി ആയി. കാരണം നമ്മൾക്ക് ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ടെൻഷനും ബുദ്ധിമുട്ടും പിന്നീട് അത് വരില്ല. പിന്നീട് അത് സിമ്പിൾ ആയിട്ട് വരും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് വരുമ്പോ വീണ്ടും എന്തെങ്കിലും ചലഞ്ച് സേഫ് സർ തരും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ടെൻഷൻ ആവും. പക്ഷെ അതിൽ നിന്ന് വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിമ്പിൾ ആയി വരും. അപ്പൊ അതാണ് നമ്മള് ഒരു പുതിയ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ, സർ ഇപ്പൊ തന്നെ പറഞ്ഞതുപോലെ ഒരു പുതിയ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മള് ഒരു ഗൈഡ് ലൈൻ നമുക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ സേഫ് സർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗൈഡ് ലൈൻ ആണ്. നമ്മളെ ലക്ഷ്യത്തിലേക്ക്, ഓരോ ലക്ഷ്യത്തിലേക്കും എത്താനുള്ള ഒരു ഗൈഡ് ലൈൻ ആണത്. അപ്പോ താങ്ക് യു സോ മച്ച് സർ, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു തന്നു. എനിക്ക് എന്താ പറയാ, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതൊരു ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓരോ പോയിന്റുകളും അമൂല്യമായതാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാം. എപ്പോഴാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാത്ത, അതുകൊണ്ട് കാര്യമില്ല. ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ മാം. ബി ആൻ ആക്ഷൻ ടേക്കർ. താങ്ക് യു. ഗോപിക. Okay. Let's write up. Okay, then thank you so much Divya ma'am. നൗഫൽ സർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. വളരെ നല്ലൊരു കാര്യം. ഇതിപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം എന്ന് വെച്ചാല് ചിന്തിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. മുമ്പ് സാറ് ഏതൊരു ക്ലാസ്സിൽ കേട്ടിട്ട് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പോഴാണ് ലൈഫിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ധൈര്യം വന്നത്. ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് റീൽസ് ഒക്കെ കണ്ടോന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എന്തെങ്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ തരും. അപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ ഒരു സമയം കണ്ടെത്തുക. അപ്പോൾ 2-3 കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ തോന്നിയത് ഓരോന്നോരോ നീതിച്ച്. പിന്നെ എക്സ്പയർ ആവാത്ത, ഡാമേജ് വരാത്ത എന്ത് പ്രൊഡക്റ്റ് ആണുള്ളത് എന്നുള്ളത്, പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ മേഖല ഏതാണ്, അങ്ങനെ എഴുതി വെച്ച്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് തുടങ്ങാൻ പറ്റിയത് ഏതാണ്, അങ്ങനെയൊക്കെ എഴുതി വെച്ച്. അതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിച്ച് അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഇറങ്ങിയത്. ഒന്ന്. പിന്നെ സാറ് പറഞ്ഞത് ഇറങ്ങാതെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെറുപ്പത്തിലുള്ള ചെറിയ അനുഭവം കൂടി പറയാണ്. പണ്ട് സുഹൃത്തുക്കളൊക്കെ ഇവിടെ അടുത്ത് ഇരുവഞ്ഞിപ്പുഴയുണ്ട്. എന്നും അവര് വൈകുന്നേരം സ്കൂളിൽ വന്നാല് മുണ്ടെടുത്ത് പോകും, ഞാനും മുണ്ടെടുത്ത് പോകും. പക്ഷെ ഞാൻ ചാടൂല, കാരണം എനിക്ക് പേടിയാണ്, എനിക്ക് നീന്താൻ അറിയില്ല. ഇവര് പണ്ടേ തോട്ടിലിറക്കി നീന്താൻ പഠിച്ചു തരാം. നമ്മൾ ഇവിടെ വന്ന സമയത്ത് വേറെ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് താമസിച്ച കാലമായിരുന്നു അന്ന്, 15-20 വർഷം മുമ്പ്. അങ്ങനെ ഒരു ദിവസം ഇവിടെ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ആള് ഗൾഫിലപ്പോ. അവൻ എന്ത് ചെയ്ത്, പിറകുന്ന്, ഇപ്പൊ ഇതിൽ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ധരത്ത് പോരാ, എന്നെ പിറകുന്ന ഒരൊറ്റ തള്ള ഞാൻ പുഴയിലേക്ക് ചാടി. പിന്നെ അങ്ങനെ നീന്തി അക്കരെ കുറഞ്ഞ ദൂരമുള്ളൂ. പക്ഷെ പേടി, ഇവര് 4-5 ആളുണ്ട്, ഞാൻ പോലെ പിടിക്കാനുള്ള ധൈര്യമുള്ള ആളുക. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നീന്തൽ എന്നാണ് സംഭവം പഠിച്ചത്. ഈ നീന്തൽ ഞാൻ പഠിച്ചു, സ്വിമ്മിങ്. കാരണം അന്ന് അതിലേക്ക് ഇറങ്ങിയോണ്ട് പഠിച്ചു. ഇന്ന് ഞാൻ കരക്കയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പഠിക്കൂല. അപ്പൊ ആ ഒരു ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. താങ്ക് യു. താങ്ക് യു നൗഫൽ സർ. ഓക്കെ, താങ്ക് യു നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാല്യബിൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ത്രൂ അറിയിക്കാവുന്നതാണ്. സോ സേസ് താങ്ക് യു സോ മച്ച് ദി വണ്ടർഫുൾ സെക്ഷൻ. അപ്പോൾ ടീം മെമ്പേഴ്സ് താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. Thank you all. Thank you, sir. Thank you all. താങ്ക് യു സർ. Thank you, sir.
താങ്ക് യു.